പ്രിയ സുഹൃത്തുക്കളെ, ഏവർക്കും സ്നേഹവന്ദനം. കേരളത്തിൽ പ്രോസ്പെറിറ്റി ഗോസ്പൽ അല്ലെങ്കിൽ അതിമോഹത്തിൻ്റെ സുവിശേഷം ആഞ്ഞടിക്കാൻ തുടങ്ങിയിട്ട് നാളേറെയായി. അതിൻ്റെ നാനാമുഖമായ ആവിഷ്കാരങ്ങൾ നമ്മുടെ മധ്യത്തിൽ നന്നേ ഇടം പിടിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ വിവിധമായ പ്രവർത്തന നാടകീയ രംഗങ്ങൾ നാം ഈ കാലങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് എങ്കിലും ഇതിനെപ്പറ്റി പര്യാപ്തമായ ഒരു ആത്മീയ കാഴ്ചപ്പാട് രൂപീകരിക്കുവാൻ, അത് പ്രാബല്യത്തിൽ കൊണ്ടുവരുവാൻ, ജനങ്ങളെ അത് സംബന്ധമായി ബോധവൽക്കരിക്കുവാൻ വേണ്ടതുപോലെയുള്ള ഒരു ശ്രമം നാളിതുവരെയും നടന്നിട്ടില്ല എന്നത് നമ്മെ ഏവരെയും ഒന്നുപോലെ കുറ്റവാളികളാക്കുവാൻ പര്യാപ്തമായൊരു യാഥാർത്ഥ്യമാണ്. നാം നികൃഷ്ടവും നീചവുമായ പ്രവണതകളെ അധിക്ഷേപിച്ചതുകൊണ്ട് മാത്രം കാര്യമായില്ല. അതിനെ വസ്തുനിഷ്ഠമായി വിശ്ലേഷണം ചെയ്യുവാനും അതിലടങ്ങിയിരിക്കുന്ന പാപ്പരത്വം, ആത്മീയമായ മൊണ്ണത്തരം, അത് യുക്തിസഹിതം മനസ്സിലാക്കുവാനും മറ്റുള്ളവരെ മനസ്സിലാക്കിക്കുവാനും ബോധവൽക്കരിക്കുവാനുമുള്ള കടമ നമുക്കുണ്ട്. ആ കടമ നിർവഹിക്കാതെ ഇങ്ങനെയുള്ള ദൃശ്യങ്ങൾ, പ്രതിഭാസങ്ങൾ, മനുഷ്യ അന്തസ്സിനെ കൊഞ്ഞനം കാണിക്കുന്ന ഇപ്രകാരമുള്ള നാടകീയ ആവിഷ്കാരങ്ങൾ, ഇവയെപ്പറ്റി പുച്ഛിച്ചിട്ടോ വിമർശിച്ചിട്ടോ അല്ലെങ്കിൽ മാറത്തടിച്ച് വിലപിച്ചത് കൊണ്ടോ യാതൊരു പ്രയോജനവുമില്ല. നമ്മുടെ ഇടയിൽ സംഭവിക്കേണ്ടത് വിവരണമല്ല, പിന്നെയോ ബോധവൽക്കരണമാണ്. ആ ഒരു ശ്രമത്തിൻ്റെ പ്രാരംഭമെന്ന നിലയിൽ ആണ് ഈ വീഡിയോ ഞാൻ വിഭാവന ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഏതു പ്രതിഭാസത്തെ പരാമർശിച്ചാണ് ഈ ചിന്തകൾ രൂപീകരിക്കുന്നത് എന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി ജോൺ താരു എന്ന് പറയുന്ന ആളുകളെ കബളിപ്പിക്കുന്നതിൽ വളരെയധികം പ്രാവീണ്യം പ്രാപിച്ചിട്ടുള്ള, ദീർഘനാൾ ആളുകളെ കളിപ്പിച്ച് കുപ്പിയിലിറക്കി ഇഷ്ടം പോലെ പണം സമ്പാദിച്ച ഒരു വചന ആത്മീയ കുറുക്കൻ എന്ന് പറഞ്ഞാൽ കുറുക്കൻ തന്നെ വന്ന് കടിക്കും. അത്ര നീചമായ, മനുഷ്യരെ മൊണ്ണകളാക്കാൻ ഇദ്ദേഹത്തെക്കാൾ സാമർഥ്യമുള്ള അനേകം ആളുകളെ എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ്റെ ജൽപ്പനവും അത് ഏറ്റുപാടുന്ന ആളുകളുടെ മൊണ്ണത്തരവും അല്പമൊന്ന് അടയാളപ്പെടുത്തിക്കൊണ്ട് എനിക്ക് ഇത് സംബന്ധമായി ഇന്നു മുതൽ അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങളെ അറിയിക്കുവാനുള്ള വചന സത്യങ്ങൾ, ആത്മീയ യാഥാർത്ഥ്യങ്ങൾ പരാമർശിക്കാമെന്നാണ് കരുതുന്നത്. നമുക്ക് ജോൺ താരുവിൻ്റെ ഈ കലാപരിപാടിയിലേക്ക് അല്പം ശ്രദ്ധ ചെലുത്താം. പക്ഷെ നിങ്ങൾ ഇന്ന് എന്റെ കൂടെ ഒരു ആക്ഷനിലേക്ക് വരണം. ദാരിദ്ര്യം എന്ന സ്ഥലത്ത് നിന്ന് അടുത്തൊരു സ്ഥലത്തേക്ക് ഞാൻ കയറുക. ഞാൻ കയറുന്ന സ്ഥലം അദാനിയും അംബാനിയും വസിക്കുന്ന സ്ഥലമാണ്. പറയാൻ പറ്റുന്നവര് പറഞ്ഞു. അദാനിയും അംബാനിയും വസിക്കുന്ന സ്ഥലത്തേക്ക്, പിള്ളേരും കൂടെ കൈപിടിച്ചു, ആ വസിക്കുന്ന സ്ഥലത്തേക്ക് സഭയായി ഞങ്ങൾ കയറുക. സഭയായി ഞങ്ങൾ കയറുക. For the glory of God. ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട്, ദൈവത്തിന്റെ കോളിക്കായിട്ട്. Would you like to attract more money and lead a prosperous and a luxury? അപ്പോൾ ഇദ്ദേഹം പറയുന്നത് വ്യക്തമാണ്. രണ്ട് കാര്യമാണ് അദ്ദേഹം പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നത്. ഒന്ന്, ദാരിദ്ര്യം ശാപമാണ്. രണ്ട്, ദൈവനാമ മഹത്വത്തിനു വേണ്ടി നാം നേടേണ്ടത് കേരളത്തിലുള്ള എല്ലാ ക്രിസ്ത്യാനികളും, ഓരോരോ ക്രിസ്ത്യാനികളും ഓരോരോ അദാനികളും അംബാനികളുമായി തീരുക. അത് കേൾക്കുമ്പോൾ ആളുകൾ വികാരം കൊണ്ട്
തലകുത്തി മറിയുന്നു, കുന്തളിക്കുന്നു, അലറി വിളിച്ചു കൂവുന്നു, ഹല്ലേലൂയ പറയുന്നു. ഇതാണ് നമ്മുടെ അവസ്ഥ. മനുഷ്യനെ, വിശ്വാസിയെ യേശുവിനെ പോലെ ആയിത്തീരുവാൻ സഹായിക്കുക എന്നതായിരുന്നു ചെറുപ്പം മുതൽ ഞാൻ കേട്ടുവന്ന ആത്മീയ ലക്ഷ്യം. എന്നാൽ ഇന്നത് പാടെ മാറ്റിയിട്ട് യേശുവിനെ അങ്ങ് പറിച്ച് ദൂരെ എറിഞ്ഞു കളക, അവൻ തലചായ്ക്കാൻ ഇടമില്ലാത്തവനാണ്. വിശ്വാസി എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്? എന്തിനു വേണ്ടിയാണ് കാംക്ഷിക്കേണ്ടത്? എന്തിനു വേണ്ടിയാണ് മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലാൻ കാംക്ഷിക്കുന്നത് പോലെ വിശ്വാസി കാംക്ഷിക്കേണ്ടത്? അത് യേശുവിനെ പോലെ ആകുവാനോ, നീതിയുടെ പാതയിൽ സഞ്ചരിക്കുവാനോ, സത്യത്തിൻ്റെ സാക്ഷികളായി തീരുവാനോ ഒന്നുമല്ല. ഓരോ വിശ്വാസിയും ഓരോ അദാനിയും ഓരോ അംബാനിയുമായി തീരുക. എന്താ പോരെ? കാരണം എന്താണ്? ദാരിദ്ര്യം എന്നതൊരു ശാപമാണ്. ആരുടെ ശാപമാണ്? ദൈവത്തിൻ്റെ ശാപമാണ്. ഇത് ഈ മാന്യദേഹത്തിന് എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്കറിയില്ല. അത് പോട്ടെ, അങ്ങനെ നിൽക്കട്ടെ. ഇന്ന് നമ്മുടെ ചിന്തകളുടെ പ്രാരംഭം കുറിച്ചുകൊണ്ട് നാം സുവിശേഷത്തിൽ നിന്ന്, യേശുവിൻ്റെ പഠിപ്പീരുകളിൽ നിന്ന് 3 ധനവാന്മാരുടെ ഉദാഹരണങ്ങൾ ഒന്ന് ഹ്രസ്വമായി പരിശോധിക്കാൻ പോവുകയാണ്. ഈ ജോൺ താരു എന്ന് പറയുന്ന കലാകാരൻ്റെ ഏറ്റവും ആത്മീകമായ നിശ്ചയദാർഢ്യത്തോടുള്ള പ്രഖ്യാപനം, അതായത് ഒരു മനുഷ്യന് നേടാവുന്ന ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥ, ദൈവികമായ അവസ്ഥ, ആത്മീകമായ അനുഗ്രഹത്തിൻ്റെ പാരമ്യത്തിലെത്തുന്ന അവസ്ഥ എന്താണ്? അദാനിയുടെയും അംബാനിയുടെയും കൂടെ ആയിത്തീരുക. അദാനിക്കും അംബാനിക്കും ധാർമ്മികമായ എന്ത് മൂല്യമാണുള്ളത്? ദൈവത്തിൻ്റെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ അവർ മഹാന്മാരാണോ, കൃമികളാണോ, പുഴുക്കളാണോ? ഇതൊന്നും അദ്ദേഹത്തിന് പ്രശ്നമല്ല. പണമുണ്ടോ? അവരുടെ കയ്യിൽ പണമുണ്ടോ? പണമുള്ളവൻ ദൈവത്തെക്കാൾ അപ്പുറത്താണ്. നമ്മുടെ മലയാള ഭാഷയിൽ അതുണ്ടല്ലോ. 1,00,000 രൂപ ഉള്ളവന് പ്രഭുവും, കോടി ഉള്ളവൻ കോടീശ്വരനുമാണ്. കോടി കണക്കിന് രൂപ ഉള്ളവൻ ഈശ്വരനാണ് എന്ന് മലയാള ഭാഷയും നമ്മോട് പറയുന്നുണ്ട്. അത് വേണമെങ്കിൽ ജോൺ താരുവിന് ഉപയോഗിക്കാവുന്ന ഉദാഹരണമാണ്. നിങ്ങൾക്ക് ഈ ദൈവങ്ങളാകാം, അദാനിയും അംബാനിയും പോട്ടെ, നിങ്ങൾക്ക് ദൈവങ്ങളാകാം. നിങ്ങൾ ഓരോരുത്തരും അദാനിയും അംബാനിയുമായി തീർന്നാൽ നിങ്ങൾക്ക് ദൈവങ്ങളാകാം. സാത്താൻ ഏദൻ തോട്ടത്തിൽ വെച്ച് ഹവ്വായോട് പറഞ്ഞ കാര്യമുണ്ടല്ലോ, നീ പഴം തിന്നാൽ നീ ദൈവത്തെ പോലെയാകും. അപ്പോൾ ജോൺ താരു തരുന്ന പഴം തിന്നാൽ കേരളത്തിലെ ക്രിസ്തീയ വിശ്വാസികൾ ദൈവത്തെ പോലെയാകും. ദൈവത്തെ പോലെ ആകുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് അദാനിയും അംബാനിയുമായി തീരുക. ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രോസ്പെറിറ്റി ഗോസ്പലിൻ്റെ രത്നച്ചുരുക്കം, അല്ലെങ്കിൽ അതിമോഹ ഗോസ്പലിൻ്റെ രത്നച്ചുരുക്കം. ഇതിൻ്റെ വാസ്തവികത അല്ലെങ്കിൽ സത്യാവസ്ഥ അല്ലെങ്കിൽ ആത്മീകമായ ഈ ഒരു നിഗമനത്തിൻ്റെ വില എന്താണ്, അർത്ഥം എന്താണ് എന്നത് മനസ്സിലാക്കുന്നതിന് യേശുവിൻ്റെ പഠിപ്പീരുകളിൽ നിന്ന് മാത്രം പരാമർശിക്കപ്പെട്ട 3 ധനികരുടെ ഉദാഹരണം നാം പരിശോധിക്കാൻ പോവുകയാണ്. അതിൽ ആദ്യത്തെ ഉദാഹരണം മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ ധനികനായ ഒരു യുവാവിൻ്റെ ഉദാഹരണമാണ്. അവൻ എന്തുകൊണ്ടാണ് സമ്പത്തിൻ്റെ മട്ടുപ്പാവിലിരുന്ന് സുഖിച്ച് ജീവിക്കാൻ ഉള്ള സാഹചര്യം ഉണ്ടായിരിക്കെ അത് അവൻ്റെ ജീവിതത്തിൽ വഹിക്കാനാവാത്ത ശൂന്യത സൃഷ്ടിച്ചു എന്ന് നമുക്ക് തോന്നുമാറ് അവൻ യേശുവിനെ, ഒന്നുമില്ലാതിരുന്ന യേശുവിനെ അന്വേഷിച്ച് കടന്നു വന്നത്. യേശു ഈ താരുവിനെ പോലെ മിടുക്കനായിരുന്നില്ല. നമ്മുടെ കേരളത്തിലുള്ള പ്രോസ്പെറിറ്റി ഗോസ്പൽ വിറ്റ് നടക്കുന്ന
ഈ ഗോസ്പൽ കുറുക്കന്മാരെ പോലെ യേശുവിന് വലിയ സാമർഥ്യമൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് യേശു പറഞ്ഞു, ഞാൻ കിടക്കാടമില്ലാത്തവനാണ്, തല ചായ്ക്കാൻ ഇടമില്ലാത്തവനാണ്. അങ്ങനെയുള്ള ഒരുത്തനെ ഈ ധനാഢ്യനായ യുവാവ്, മധ്യവയസ്കനാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, വയോധികനാണെങ്കിൽ മനസ്സിലാക്കാം, ഇത് രണ്ടുമല്ല, യുവാവ് ജീവിതത്തിൻ്റെ ചോരത്തിളപ്പിൻ്റെ സാഹചര്യത്തിൽ തിവർത്തർമാദിച്ച് ജീവിക്കുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരിക്കും. അതിന് സഹായമാകുന്ന വിധത്തിൽ യുവത്വത്തിൻ്റെ ആരോഗ്യവും ചോരയും നീരും നുറ്റി നിൽക്കുമ്പോൾ ഈ ധനികനായ യുവാവ് എന്തുകൊണ്ടാണ് യേശുവിനെ അന്വേഷിച്ച് ഇറങ്ങിത്തിരിച്ചത്? അതിന് ഒരൊറ്റ അർത്ഥമേ ഉള്ളൂ. ഈ സമ്പത്തിൻ്റെ മധ്യത്തിൽ ജീവിക്കുന്ന യുവാവിൻ്റെ അവസ്ഥയിൽ അവനെ അലട്ടുന്ന ഒരു വലിയ പ്രശ്നമുണ്ട്. അതെന്താണ്? അതിൻ്റെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ശൂന്യത. ഇംഗ്ലീഷിൽ എക്സിസ്റ്റൻഷ്യൽ എംപ്റ്റിനെസ് എന്ന് പറയും. എക്സിസ്റ്റൻഷ്യൽ എംപ്റ്റിനെസ്, ജീവിതത്തിൻ്റെ അർത്ഥശൂന്യത, കാമ്പില്ലാത്ത ജീവിതം, എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാത്ത പട്ടിണിയുടെ, മനുഷ്യത്വത്തിൻ്റെ ദാരിദ്ര്യം, മനുഷ്യത്വത്തിൻ്റെ പട്ടിണി, അതിൻ്റെ അസഹനീയമായ ഭാരവും പേറിക്കൊണ്ടാണ് ആ യുവാവ് അതിൽ നിന്ന് വല്ല വിധേനയും വിടുതൽ പ്രാപിക്കുന്നതിന് ഏകമാർഗമായ യേശുവിനെ അന്വേഷിച്ച് പോയത്. പക്ഷേ അത് പ്രയോജനപ്പെടുത്തുവാൻ അവന് കഴിഞ്ഞില്ല. അവൻ അധിക ധനമുണ്ടായിരുന്നത് കൊണ്ട് യേശുവിൻ്റെ നിർദ്ദേശത്തെ സ്വീകരിപ്പാനുള്ള ധൈര്യമോ സ്വാതന്ത്ര്യവുമില്ലാതെ അവൻ ദുഃഖത്തോടെ മടങ്ങിപ്പോയി. യേശുവിനെ സമീപിച്ചിട്ട് ദുഃഖത്തോടെയും നിരാശയോടെയും മടങ്ങിപ്പോകുന്ന 2-3 പേരുടെ ചിത്രീകരണത്തിൽ ഈ യുവാവ് പെടും എന്നത് നാം പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ജോൺ താരുവിൻ്റെ ഈ പ്രസ്താവന, നമ്മൾ ഓരോരുത്തരും അദാനിയും അംബാനിയുമായി തീർന്നാൽ നാം ദൈവത്തെക്കാൾ മെച്ചമുള്ളവരായി തീരും. അത് കേട്ട് ഹല്ലേലൂയ പറയുന്ന മൊണ്ണകൾ, ഇത് വേദപുസ്തകത്തിൻ്റെ വെളിച്ചത്തിൽ നാം ഒന്ന് പരിശോധിച്ചാൽ ഇവൻ പറയുന്ന പൊട്ടത്തരം, മാരകമായ, മനുഷ്യനെ കൊലയ്ക്ക് കൊടുക്കുന്നതിന് തുല്യമായ ഈ പൊട്ടത്തരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമത്തെ ധനവാനെ നമുക്ക് ഒന്ന് പരിശോധിക്കാം. അത് ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിലാണ്. നമുക്കിവിടെ പരിചയമുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരറിയാത്ത ആരും ക്രിസ്ത്യാനിയാണെങ്കിലും ആണെങ്കിലും ഇല്ല എന്നാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് സഖായി എന്നാണ്. ചുങ്കക്കാരിൽ പ്രമാണിയാണ്. അപ്പോൾ പിരിച്ച് നന്നേ പിരിച്ചു അദ്ദേഹം വലിയ ധനാഢ്യനായി, ആ പട്ടണത്തിലെ ഏറ്റവും വലിയ ധനാഢ്യനായി. പക്ഷേ ആ സമ്പത്തിൻ്റെ മധ്യത്തിൽ ഇരിക്കുമ്പോഴും അവൻ്റെ ഉള്ളിൽ അവനെ കാർന്നു തിന്നുന്നൊരു ശൂന്യതയുണ്ടായിരുന്നു. തിമിംഗലത്തിൻ്റെ വയറ്റിൽ നോഹ എന്ന് പറയുന്ന ആ പ്രവാചകൻ പെട്ടു. അവനവിടെ ശ്വാസം മുട്ടി എന്ന് നാം വായിക്കുന്നു. സുഹൃത്തുക്കളെ, അതിനേക്കാൾ വലിയ ശ്വാസം മുട്ടലാണ് ഈ സമൃദ്ധിയുടെ മധ്യത്തിൽ, ഭൗതികമായ സമൃദ്ധിയുടെ മധ്യത്തിൽ മാനുഷികമായ പട്ടിണിയിലായിരിക്കുക എന്നുള്ളത്. ഈ സമയത്ത് എൻ്റെ ഒരു ചെറിയ ഓർമ്മ ഞാൻ ഒന്ന് പങ്കിട്ടുകൊള്ളട്ടെ. ഒരു 10-30 വർഷങ്ങൾക്ക് മുൻപ് ഞാനൊന്ന് ഡൽഹിയിൽ വസിക്കുന്ന കാലം, എനിക്കവിടെ ഒരു ഞായറാഴ്ച ഫെലോഷിപ്പ് ഉണ്ടായിരുന്നു. വളരെയധികം ആളുകളൊന്നുമില്ല, 10, 20, 25 പേർ മാത്രം പങ്കെടുക്കുന്ന ഒരു സ്വകാര്യ ഫെലോഷിപ്പ് പോലെ. അത് ഉച്ചയ്ക്ക് ശേഷമാണ്. താല്പര്യമുള്ളവർ വന്ന് പങ്കെടുക്കും. അതിലൊരു മലയാളി ഡോക്ടർ ഉണ്ടായിരുന്നു. അവർ എന്നോട് പറഞ്ഞു, അപ്പോൾ അവരുടെ ഭർത്താവ് ഒരു വ്യവസായിയാണ്, ഒരു ചെറുകിട വ്യവസായിയാണ്, നല്ല സമ്പത്തുള്ള റബ്ബർ വ്യവസായമാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ഡിഫൻസ് കോളനിയിൽ ഒരു വീട് വാങ്ങിച്ചു. 1.5 കോടി രൂപയ്ക്ക് വാങ്ങിച്ച വീടാണ്. അന്നത്തെ കാലത്ത് 1.5 കോടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാതെ ചെറിയ തുകയൊന്നുമല്ല. അത് വന്നൊന്ന് അനുഗ്രഹിക്കണം, ബ്ലെസ് ചെയ്യണം എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞാനങ്ങനെ ഉള്ള ചടങ്ങിൽ വിശ്വസിക്കുന്ന ആളല്ല. ഒരു ഭവനം
അനുഗ്രഹിക്കപ്പെടണമോ ഇല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് അവിടെ വസിക്കുന്ന ആളുകളാണ്. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിക്കുവാൻ തീരുമാനിച്ചാൽ നിങ്ങളുടെ ഭവനം അനുഗ്രഹിക്കപ്പെടും. അല്ലാതെ ആര് വന്ന് പ്രാർത്ഥിച്ചാലും, പോപ്പിനെ കൊണ്ട് പ്രാർത്ഥിച്ചാലും, ജോൺ താരുവിനെ ഇറക്കി കളിച്ചാലും നിങ്ങളുടെ വീട് അനുഗ്രഹിക്കപ്പെടുകയില്ല. അതുകൊണ്ട് ഞാൻ വന്ന് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് വലിയ അർത്ഥമൊന്നുമില്ല. പക്ഷേ ആ സ്ത്രീ സമ്മതിക്കത്തില്ല. വരണം വന്നൊന്ന് പ്രാർത്ഥിച്ചേ ഒക്കത്തുള്ളൂ, എന്നാലും ഞങ്ങൾക്ക് അങ്ങോട്ട് കയറി താമസിക്കാൻ ഒക്കത്തുള്ളൂ. അങ്ങനെ ഒത്തിരി പറഞ്ഞ അവസാനം ഞാൻ വിചാരിച്ചെന്നാൽ പോയി കളയാം. അങ്ങനെ ചെന്നു അതുകൊണ്ട് ഭർത്താവിനെ വളരെ ഭവ്യതയുടെ ബഹുമാനത്തോടെ സ്വീകരിച്ചു. ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ആ സ്ത്രീയുടെ ഭർത്താവ് എന്നോട് കൂടെ വന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, സാറ് വിചാരിക്കും ഇങ്ങനൊരു വീട്ടിൽ താമസിക്കുമ്പോൾ അതൊരു വലിയൊരു നേട്ടമാണെന്ന് വിചാരിക്കും, ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണെന്ന് വിചാരിക്കും. പക്ഷേ സത്യം ഞാൻ പറയട്ടെ, ഈ ഒരു വലിയ വീടിനും അതിന് തക്കതായ സൗകര്യത്തിനും പകരം ഒരു ചെറിയ കുടിലും ഒരു ദിവസം 3 ചപ്പാത്തി സന്തോഷത്തോടെ കഴിക്കാനുമുള്ള ഒരു സാഹചര്യം എനിക്കുണ്ടായിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അതാണ് ജീവിത യാഥാർത്ഥ്യം. അത് തന്നെയാണ് ഭാരതത്തിലെ ഒരു പ്രമുഖ വ്യവസായി, ഡൽഹി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന, നിങ്ങൾ ഭരത്രാം ചരത്രാം എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും, അതിലൊരാൾ. എൻ്റെ കോളേജിൻ്റെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഞാൻ പ്രിൻസിപ്പലായിരുന്നപ്പോൾ അദ്ദേഹം എന്നെ കാണാൻ വന്നു. എന്നെ കാണണമെന്ന് അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി വിളിച്ചു പറഞ്ഞു. ഞാൻ അപ്പോയിൻമെൻറ്റ് കൊടുത്തു. പക്ഷേ അവരെന്നോട് പറഞ്ഞു, അദ്ദേഹത്തിന് സാറിനെ കാണേണ്ടത് സാറിൻ്റെ വീട്ടിൽ വെച്ചാണ്, അതിനനുവദിക്കുമോ? ഞാൻ പറഞ്ഞു തീർച്ചയായും, ഒരു പ്രശ്നമില്ല. അദ്ദേഹം എന്നെ കാണാൻ വന്നു. സുഹൃത്തുക്കളെ, നിങ്ങൾ വിശ്വസിക്കുകയില്ല, ശതകോടികളുടെ ഉടമയായ മനുഷ്യൻ എന്നോട് സംഭാഷണം ആരംഭിച്ച് 5 മിനിറ്റിനുള്ളിൽ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ പൊട്ടിക്കരഞ്ഞു എന്നതാണ് എൻ്റെ യാഥാർത്ഥ്യം. ഞാൻ എൻ്റെ വിശദാംശങ്ങൾ പറയുന്നില്ല, കാരണം ആരെങ്കിലും നമ്മളെ വിശ്വസിച്ചൊരു കാര്യം പറഞ്ഞാൽ, അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് പോലും വെളിപ്പെടുത്താതെ, അതിൻ്റെ ഉള്ളടക്കം വെളിപ്പെടുത്താതിരിക്കുക, കീപ്പിംഗ് കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയും. അത് ഒരു ധർമ്മമാണ്. അതിന് വിഘ്നം വരുത്തുവാൻ എനിക്ക് മനസ്സില്ല. പക്ഷേ യാഥാർത്ഥ്യം ഇതാണ്. ദൂരെ നിന്ന് നോക്കുമ്പോൾ അസൂയാവഹമായി ജീവിക്കുന്നു എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളുടെ ഉള്ളിലുള്ള പാപ്പരത്വം, അങ്ങനെ അനേകം ആളുകളുടെ അവസ്ഥ മനസ്സിലാക്കാനുള്ള അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. വലിയ സമ്പത്തിൻ്റെ മധ്യത്തിൽ ജീവിതത്തെ പരാമർശിച്ച് നാം ചിന്തിക്കുമ്പോൾ കൊടും പട്ടിണിയിലായിരിക്കുന്ന ഹതഭാഗ്യരായ വലിയ കോടീശ്വരന്മാരുടെ പട്ടിക ഞാൻ നിരത്തി കാണിക്കാം. അപ്പോൾ ഇതൊന്നും ജീവിത യാഥാർത്ഥ്യങ്ങളോട് ബന്ധമില്ലാത്ത ജൽപ്പനങ്ങളാണ് എന്ന് കേരളത്തിലെ ക്രിസ്ത്യാനി മനസ്സിലാക്കിയിട്ടില്ല. അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കുറുക്കന്മാരുടെ പുറകെ ആളുകൾ നാണമില്ലാതെ ഇറങ്ങിത്തിരിക്കുന്നത്. അപ്പോൾ ആ സക്കായി എന്തുകൊണ്ടാണ് തൻ്റെ സമ്പത്തിൻ്റെയും നേട്ടങ്ങളുടെയും ഒക്കെ മധ്യത്തിൽ അവൻ ഇറങ്ങി വഴിയെ ഓടി, പേപ്പട്ടിയെപ്പോലെ ഓടി, ഒരു കാട്ടത്തീമേൽ കയറി അങ്ങനെ ഇരിക്കേണ്ട കാര്യം എന്താണ്? അവൻ്റെ ജീവിതത്തിൻ്റെ അരിഷ്ടത കൊണ്ടാണ്. സമ്പത്ത് കൊണ്ട് അവൻ അനുഭവിക്കുന്ന പട്ടിണിയുടെ ഭാരം വഹിക്കാൻ വയ്യാത്തത് കൊണ്ടാണ്. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ ധനവാനെ ഒന്ന് പരിഗണിക്കാം. അത് ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിലുണ്ട്. നമുക്ക് സുപരിചിതമാണ് ലാസറിൻ്റെയും ധനവാൻ്റെയും കഥ. ധനവാൻ നല്ല വസ്ത്രമൊക്കെ ഇട്ട് സുഖസുഷുപ്തിയിൽ അർമാദിച്ച് ജീവിക്കുന്നു. എന്നാൽ നാം ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഈ അടുത്ത കാലത്താണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഞാൻ ആദ്യം സൂചിപ്പിച്ച 2 ധനവാന്മാരെ ഒരു തട്ടിലും ഇദ്ദേഹത്തെ മറ്റൊരു തട്ടിലും വെച്ച് നാം പരിശോധിക്കുമ്പോൾ ഇവർ തമ്മിൽ ഒരു വലിയ വ്യത്യാസമുണ്ട്. അതെന്താണെന്ന് ഒരു പക്ഷേ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. നാം ഇതുവരെ പരിശോധിച്ച 2 ധനവാന്മാർ, അവരുടെ അവസ്ഥ ഭൗതികമായ വലിയ നേട്ടങ്ങളുടെ ഒരു പട്ടികയാണെങ്കിൽ പോലും അവരതിൽ ശ്വാസം മുട്ടുന്നവരാണ്. എന്നാൽ ഈ മനുഷ്യനോ, അവൻ ധനവാനാണ്, പക്ഷേ അതിൻ്റെ സാധ്യതയിൽ പരിപൂർണമായ സന്തോഷവും നിർവൃതിയും കണ്ടെത്തുന്നവനാണ്. ഇത് വളരെ ചിന്തനീയമാണ്.
ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ രണ്ട് തരത്തിലുള്ള ധനവാന്മാർ, ഇവരിൽ ധന്യതയോടടുത്ത് നിൽക്കുന്നവർ ആരാണ്? അല്ലെങ്കിൽ ഇവരിൽ പ്രത്യാശയ്ക്ക് യാതൊരു വഴിയുമില്ലാത്ത ധനവാൻ ഏതാണ്? തീർച്ചയായും ഈ മൂന്നാമനാണ്. അതുകൊണ്ട് ഞാൻ അവനെ മൂന്നാമതായിട്ട് എടുത്തു. ആദ്യത്തെ രണ്ട് ധനവാന്മാർ, അവർക്ക് അവരുടെ സമ്പത്തിൻ്റെ മധ്യത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന ശൂന്യതയുടെ വീർപ്പുമുട്ടൽ തിരിച്ചറിയാനുള്ള മനുഷ്യത്വമെങ്കിലും ഉണ്ടായിരുന്നു. ഈ മനുഷ്യനിലോ ആ ബോധം പോലും 100% നശിച്ചുപോയി. സമ്പത്തെന്ന് പറയുന്ന കടലിൽ മുങ്ങി മരിച്ചവനാണവൻ. മനുഷ്യത്വം അല്പം പോലുമില്ല. അതുകൊണ്ടാണ് അവൻ മരിച്ചപ്പോൾ നരകത്തിൽ പോയി എന്ന് അവിടെ യേശു തന്നെ രേഖപ്പെടുത്തിയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ അവസ്ഥ. സമ്പത്ത് കൊണ്ട് മനുഷ്യൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ ലക്ഷ്യം, അർത്ഥം, അതിൻ്റെ ഉള്ളടക്കം, അതിൻ്റെ സാധ്യത, അതിൻ്റെ മേന്മ, മാഹാത്മ്യം ഇത് പൂർണ്ണമായി സ്വായത്തമാക്കാം. സമ്പത്ത് ആർജിച്ചാൽ മതി, വേറെ ഒന്നും വേണ്ട എന്ന് പഠിപ്പിക്കുന്ന ഈ ജോൺ താരു പോലെയുള്ള അനേക കുറുക്കന്മാർ ഓലിയിട്ട് നടക്കുന്ന കേരളത്തിൻ്റെ മണ്ണിൽ കുറച്ചുകൂടെ മനുഷ്യത്വത്തോട് ബന്ധമുള്ള ചിന്തകൾ പ്രാബല്യത്തിൽ കൊണ്ടുവരിക വളരെ അത്യാവശ്യമാണ്. പ്രിയമുള്ളവരെ, ആത്മീയതയുടെ അടിസ്ഥാന മർമ്മം എന്താണെന്നറിയാമോ? നശ്വരമായ ഈ ലോകത്തിൽ നമ്പുന്നവൻ, ഈ ലോകത്തിൻ്റെ മാറ്റവും മറിച്ചിലുമുള്ള അർത്ഥശൂന്യമായ മനുഷ്യ ദാഹങ്ങളുടെയും ലക്ഷ്യങ്ങളുടെയും ശവക്കോട്ടയായിരിക്കുന്ന ഈ ലോകത്തിൽ നിമിഷങ്ങൾക്ക് മാത്രം സാധൂകരണമുള്ള, നിമിഷങ്ങളിൽ മാത്രം പിടിച്ചുപറ്റി നിൽക്കാവുന്ന ലക്ഷ്യങ്ങളുടെ പുറകെ ഓടുന്ന, മരീചികളുടെ പുറകെ ഓടുന്ന അവസ്ഥ മരണതുല്യമാണ്. മനുഷ്യന് നിലനിൽക്കുന്ന സമാധാനവും വിലയേറിയ വ്യക്തിത്വവും പ്രാപിക്കണമെങ്കിൽ അവൻ്റെ ഹൃദയം സനാതനമായ യാഥാർത്ഥ്യങ്ങളോടും സത്യങ്ങളോടും ആദർശങ്ങളോടും അതിൻ്റെ ആകത്തുകയായ ദൈവമെന്ന സങ്കല്പത്തോടും പരിപൂർണമായ താതാത്മ്യം പ്രാപിപ്പാൻ കഴിയണം. അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് യേശു പറയുന്നത്, നിങ്ങൾ എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കാം. നാം ഈ ലോകത്തിൻ്റെ താല്പര്യങ്ങൾ, അനുമാനങ്ങൾ, സങ്കല്പങ്ങൾ, ലക്ഷ്യങ്ങളനുസരിച്ച് ഓടുമ്പോൾ നാം വെറും നിഴലുകൾക്ക് പുറകെ ഓടുകയാണ്. മരീചികളെ നാം അനുധാവനം ചെയ്യുകയാണ്. യേശു ശമര്യക്കാരത്തിയോട് പറഞ്ഞത് ഈ തരുണത്തിൽ നാം ഓർക്കണം, ഈ വെള്ളം കുടിക്കുന്നവൻ പിന്നെയും 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 ദാഹിക്കും. നിങ്ങൾ അംബാനിയോടും അദാനിയോടും ചോദിച്ചു നോക്ക്, അവർ പറയും ഞങ്ങൾക്ക് ദാഹിക്കുന്നു, ഞങ്ങൾക്ക് ഇനിയും വേണം. 5 ലക്ഷം കോടി രൂപ ഒന്നും ആയില്ല, എനിക്ക് ഇനിയും വേണം. വാ തുറന്ന് ഭാരതത്തെ മുഴുവനും വിഴുങ്ങിയാലും അവിടെ ദാഹം തീരുകയില്ല. യേശു പറഞ്ഞു, ഈ വെള്ളം കുടിക്കുന്നവൻ ദാഹിച്ച് ഇവിടെ വീണും ചത്തുപോകും. ഈ ശതകോടികൾ കൊയ്തെടുക്കുമ്പോൾ ഭൗതികമായ സമ്പത്ത് കൂടുതൽ ആർജിക്കുന്ന ഈ ജയഘോഷയാത്രയിൽ മുന്നേറുമ്പോൾ അതിൻ്റെ ഓരോ ചുവടും ശവക്കുഴിയോട് അടുക്കുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം. ഇത് മനസ്സിലാക്കാൻ കഴിയാത്ത പൊട്ടന്മാരാണ് ജീവൻ്റെ വചനമെന്ന് നാം കരുതുന്ന യേശുവിൻ്റെ വാക്കുകൾ എടുത്തിട്ട് മനുഷ്യനെ അംബാനിയും അദാനിയുമാക്കാൻ ശ്രമിക്കുന്നതെന്ന് പറയുമ്പോൾ, പേപ്പട്ടിയെ നാം താലോലിച്ചാലും ഇങ്ങനെയുള്ള കുറുക്കന്മാരെ, മനുഷ്യരെ പൊട്ടന്മാരാക്കി അവിടെ പോക്കറ്റടിക്കാൻ നടക്കുന്ന ഈ കാട്ടുകള്ളന്മാരെ സഹിക്കരുത് എന്ന ഒരപേക്ഷ എനിക്കുണ്ട്. ഇത് മനുഷ്യരാശിക്ക് അപമാനമാണ്. ഇങ്ങനെയുള്ള തസ്കര വീരന്മാർ, കാട്ടുകള്ളന്മാർ, വചന കുറുക്കന്മാർ ജനങ്ങളെ നിർവിഘ്നം വഴിതെറ്റുകയും അവരുടെ തലച്ചോറ് കുട്ടിച്ചോറാക്കി അവരെ മൊണ്ണകളാക്കി അതുകൊണ്ട് പള്ള വീർപ്പിക്കുകയും ചെയ്യാൻ നടക്കുന്ന ഈ ശാപങ്ങൾ
ഇത് അവസാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക മാത്രമല്ല, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നാം അറിയേണ്ട ആഴമേറിയ ആത്മീയ സത്യങ്ങൾ തിരിച്ചറിയുവാനുള്ള വാഞ്ച നമ്മുടെ ഇവിടെ ഉണ്ടാകണം. കേരളത്തിലെ ക്രിസ്ത്യാനിക്ക് പറ്റിയ ഏറ്റവും വലിയ അപകടം എന്താണെന്ന് ഞാൻ പറയട്ടെ. നിത്യസത്യങ്ങളോടുള്ള അവജ്ഞയാണ്. അർത്ഥശൂന്യമായ കാര്യങ്ങളോടുള്ള അതീവ പ്രേമവും താല്പര്യവും ദാഹവും, സനാതനമായ സത്യങ്ങളോടുള്ള നിരന്തരമായ അവജ്ഞയുമാണ് കേരളത്തിലെ ക്രിസ്ത്യാനി വിശ്വാസികളെ ഈ പടുകുഴിയിൽ കൊണ്ട് താഴ്ത്തിയത് എന്ന് ഞാൻ അഭിപ്രായപ്പെടുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു മാധ്യമത്തിൽ കൂടെയെങ്കിലും ചില വചനസത്യങ്ങൾ, യേശുവിൽ നിന്ന് ഞാൻ പ്രാപിച്ച ചില ആത്മീയ തിരിച്ചറിവുകൾ ഏവരുമായി പങ്കിടുകയും വല്ലവിധേനയും ഈ വർദ്ധിച്ചു വരുന്ന വർഗീയ മതപരമായ അന്ധകാരത്തിൻ്റെ ആ കട്ടി ഒന്ന് കുറച്ചെടുക്കുവാൻ രാത്രി വരുന്നതിന് മുൻപ് കഴിയുന്നത്രയും അധ്വാനിക്കുവാൻ തൻ്റെ ആത്മാവ് കാംക്ഷിക്കുന്നത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവമേ, എല്ലാവർക്കും നല്ല ബുദ്ധി നൽകണമേ. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെളിച്ചമുണ്ടായി. അത് തന്നെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. വെളിച്ചമുണ്ടാകട്ടെ, വെളിച്ചമുണ്ടാകട്ടെ, വെളിച്ചമുണ്ടാകട്ടെ.